ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അസ്സലാമു അലൈക്കും. ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ഉച്ച മുതൽക്കുള്ളതും പിന്നെ മൺഡേ നൈറ്റ് വരെയുള്ള എല്ലാ വീഡിയോസും കൂടി ഒരൊറ്റ ലോങ് വീഡിയോ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് വീട്ടിൽ നല്ല ചോറും സാമ്പാറും മാങ്ങ ചമ്മന്തിയും പിന്നെ ബീട്രൂട്ട് വിത്ത് ഉരുളക്കിഴങ്ങ് തോരനും മുട്ട റോസ്റ്റൊക്കെ ആയിരുന്നേ. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ലീവാണ്. അപ്പോൾ അടിപൊളി ലഞ്ച് ഉണ്ടാക്കി അവർക്ക് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാമല്ലോ. അതിൻ്റെ ഒപ്പം മാങ്ങ ചമ്മന്തിയാണ്. മാങ്ങ റേറ്റ് വളരെ കൂടുതലാണ്. 2 മാങ്ങയ്ക്ക് 140 രൂപയാണ് കേട്ടോ റേറ്റ് ആയത്. സീസൺ ഓഫ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഉപ്പേരിയാക്കി പച്ചക്കറികളൊക്കെ ഉപ്പേരിയാക്കി കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനെ സാമ്പാറാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കഴിച്ചും ചെയ്തോളും. പിന്നെ ഞാൻ എല്ലാ പച്ചക്കറിയും കൂടി വഴറ്റിയിട്ട് ഉപ്പ് മഞ്ഞൾ സാമ്പാർ പൊടി ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് പിന്നെ പരിപ്പ് വേവിച്ചതും കൂടി മിക്സ് ചെയ്ത് താളിക്കുകയാണ് ചെയ്യൽ. അത് വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മളിത് കുക്കറിലിട്ട് അടിക്കുമ്പോൾ പച്ചക്കറി അടിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് ഉടഞ്ഞ് ഇല്ലാതായി പോവും. ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും ഉടയാതെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. പുളിയും കൂടി പൊഴിഞ്ഞ് ഒഴിക്കാറുണ്ട്. തേങ്ങയൊന്നും അരച്ചൊഴിക്കാറില്ല കേട്ടോ. പാലക്കാട്ടുകാർ തേങ്ങ അരച്ചൊഴിക്കലാണ്. എൻ്റെ വീട്ടിൽ തറവാട്ടിലൊക്കെ അങ്ങനെ ചെയ്യൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തേങ്ങ ഒഴിക്കലില്ല. പിന്നെ ഇങ്ങനൊരു സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എനിക്കിതുണ്ടാവും. ഞാനത് ചൂടൊക്കെ ആറിയതിന് ശേഷം കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആവശ്യാനുസരണം ഞാൻ ചൂടാക്കി എടുക്കലാണ്. അതുതന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ രാത്രി വല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് കോഴി പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം ഉണ്ടാവും. അതിവിടെ മസ്റ്റാണ്. ഇത് നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. അവളോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വാട്ട്സ് ഇൻസൈഡ് മൈ ബോക്സിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ ഞാൻ ആക്ഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര ആയിട്ട് ഹൈപ്പ് കൊടുത്ത് ചെയ്യാണ് കേട്ടോ. നൈറ്റ് അഗെയിൻ ഞാനും ഹസ്ബൻഡ് ചോറാണ് കഴിച്ചത്. മക്കൾക്ക് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ കലാപരിപാടിയാണ്. വഴുതനങ്ങ പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതിൻ്റെ ചട്ടിയിൽ ബാക്കിയുണ്ടായ മസാലനെ ചോറിട്ട് കുഴച്ച് കഴിക്കുകയാണ്. ഇത് ഞാൻ കുഴയ്ക്കാൻ തുടങ്ങിയപ്പോൾ മക്കളും കൂടി ഓരിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും വേണമെന്ന് പറഞ്ഞ് അവർക്കും കൂടി ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ 3 ആളും കൂടി അത് കഴിച്ചു. പിന്നെ രാത്രി ഫുഡും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ എന്തെങ്കിലും ഗെയിം കളിക്കാറുണ്ട്. ഇങ്ങനെ ക്യാരംസോ അല്ലെങ്കിൽ ഏണിയും പാമ്പ് അങ്ങനെ എന്തെങ്കിലും കളിക്കാറുണ്ട്. ഇതിൽ മിക്കവാറും അവസാനം മോന് അടിയുണ്ടാക്കി കരയലാണ്. ഓന് ജയിക്കാൻ പറ്റാതാകുമ്പോൾ ഓൻ്റെ ഒരു അവസാന കരച്ചിലൊക്കെ ഉണ്ടാകും. അതിനായിട്ട് കളിയാക്കാനായിട്ട് ഞങ്ങളും നിൽക്കാറുണ്ട്. എനിക്കൊരു ഫണ്ണല്ലേ. എപ്പോഴെങ്കിലും കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കാറുണ്ട്. ഇത് ഞാൻ കോയിനിട്ടതാണ്. കളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴാണ് 8ൻ്റെ ഒരു പണി കിട്ടിയത്. മോള് വെള്ളം കുടിക്കാനായിട്ട് ഫുൾ വെള്ളമുള്ള സ്റ്റീൽ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്ത സമയത്ത് ജഗ്ഗ് അവളുടെ കാലിൽ വീണ് നല്ലോണം ഒരു ഭാഗം ചെത്തി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മൂർച്ചയുള്ള ജഗ്ഗ് ആയതുകൊണ്ട് തന്നെ അടിഭാഗം നല്ല വെയിറ്റും ഉണ്ടായിരുന്നല്ലോ. വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അവളുടെ കാലിലേക്ക് വീണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ പോയി ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് അങ്ങനെ അന്നത്തെ സ്കൂളല്ല, ഇപ്പോൾ ഫുൾ റെസ്റ്റാണ് ആൾ. 7 ദിവസത്തിന് സ്റ്റിച്ച് ഊരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ലീവ് എടുക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ ലീവ് എടുക്കണ പോരാണ്ട് മോനും കൊണ്ട് ലീവ് എടുപ്പിച്ചു. അന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവളെ തറവാട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങൾക്ക് ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിറ്റൂർ വരെ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ മക്കളിനെ തറവാട്ടിലാക്കി കൊടുത്തു. മോനുണ്ടെങ്കിൽ അവൾ എവിടെയാണെങ്കിലും നിൽക്കും. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും എമർജൻസി എന്ന് പറഞ്ഞാൽ വീട്ടിലാളില്ലാതൊക്കെണ്ടെന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചതാണേ. അതൊക്കെ കഴിഞ്ഞ് തറവാട്ടിലെത്തിയപ്പോൾ അമ്മായി റെഡിയായി നിൽക്കുന്നുണ്ട്. അമ്മായിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വന്നതാണ് കേട്ടോ. ആൾക്ക് ഒരു അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം കൂടെ വാ, എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞ് ആളുടെ ഒപ്പം പോയി. എന്നിട്ട് ഞാനും മക്കളും അമ്മായിനെ കൊണ്ട് തറവാട്ടിൽ തന്നെ തിരിച്ചാക്കിയിട്ട് വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഞാൻ വരുമ്പോഴത്തേനും ഈ മേലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും തട്ടി ഇൻഫെക്ഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി കുറച്ച് നേരം രാത്രിയല്ല എന്തായാലും എന്ന് കരുതി ഊരിക്കൊടുത്തു. ഇനി നാളെ പോയി വീണ്ടും ഡ്രസ്സിങ് ചെയ്യണം.
ഇത് രാത്രി എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കാൻ കേട്ടോ. ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. കാരണം ഞാൻ തറവാട്ടിൽ പോയി പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ച് സമയത്ത് എത്തുമ്പോഴേക്കും ഇവിടെ ഹസ്ബൻഡിൻ്റെ കലാപരിപാടിയാണ് ഇതൊക്കെ. മൂപ്പര് എടുത്ത് വെച്ചാൽ മൂപ്പര് പാത്രം കഴുകാറൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കിപ്പോൾ ഒരു സോപ്പിൻ്റെ അലർജി ആയിട്ട് മൂപ്പർക്കും കഴുകാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ തലയിലായി. മൂപ്പര് എല്ലാ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് 2 ദിവസത്തെ സൺഡേ ടു മൺഡേ നടന്ന വിശേഷങ്ങളൊക്കെ. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയുമുള്ള വീഡിയോസിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ ലാസ്റ്റ് ലോങ് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 17 ആണ് പറഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാ 27 ആയിട്ടുണ്ട്. ആൻഡ് ഐ ആം വെരി വെരി ഹാപ്പി. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. ഈ ചാനൽ ഫുള്ളി അബൌട്ട് മൈസെൽഫ്, എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഫാമിലിയിലുള്ള ഇൻസിഡൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രൈവസി ഇല്ലാതാവും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഫാമിലിയുള്ള ഒരാളോടും ഇങ്ങനത്തെ ഒരു ചാനലിനെ കുറിച്ച് പറയാത്തത്. സോ ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ്. ബിക്കോസ് എനിക്ക് ഒരുപാട് ഓപ്പൺ അപ്പായി സംസാരിക്കണമെങ്കിൽ ഐ നീഡ് പ്രൈവസി. അതുകൊണ്ടാണ് ഒരാളുടെ അടുത്തും എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Then bye. See you in next video.